ഇങ്ങനെ ഓരോ ആൾക്കാർ ഇങ്ങനെ വരും, ആൾക്കാരെ കസ്റ്റമേഴ്സിനെ കൊണ്ടുപോകുന്നു. ഇതാണ് ഈ ഓട്ടോയുടെ സെറ്റപ്പ്. ഇങ്ങനെ ആൾക്കാരെ വിളിച്ച് കയറ്റുന്നു. ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡൽഹിയിലെ മയൂർ വിഹാർ ഫേസ് 3 എന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും ആഗ്രഹിച്ച കാര്യമായിരുന്നു ഡൽഹിയിൽ വരുമ്പോൾ ഇവിടുത്തെ ഈ ഓട്ടോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അങ്ങനെ അതിനുള്ള ഒരു അവസരം കിട്ടി. സോ ഇപ്പം ഈ ഓട്ടോയിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഓട്ടോസ് ഇതാണ് നമ്മൾ ഈ ഓട്ടോസ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു വാഹനമാണ് ഈ ഓട്ടോ. ഈ ഓട്ടോ എന്ന് പറയുന്നത് വലിയ സെറ്റപ്പ് ഒന്നും പ്രതീക്ഷിക്കില്ല കേട്ടോ. ഒരു മിനിമം അത് നാട്ടിലെ ഓട്ടോനെക്കാട്ടിലും ഭയങ്കര കഷ്ടമാണ്. നമുക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഓട്ടോ സൂപ്പറാണ് കേട്ടോ. പൈസ കുറവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ എനിക്കൊരു 20 രൂപയാവുന്നുള്ളൂ. സോ പൈസ കുറവാണ് വെച്ചത്. പക്ഷേ ഒരു ഓട്ടോയ്ക്കകത്ത് ഇവർ മാക്സിമം ആൾക്കാരെ എത്രയൊക്കെ നിറയ്ക്കാൻ പറ്റുന്നു ആ രീതിയിലൊക്കെ ഇവർ നിറയ്ക്കും കേട്ടോ. അത് ഈ ഓട്ടോയുടെ ഒരു ഇതാണ്. ഇതിവിടെ കോമൺ ആണ്, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എല്ലായിടത്തും കാണാം, എവിടെ പോയാലും കാണാം. ഓക്കെ അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ കാണാം. ഇവരെല്ലാവരും ഭയങ്കര ആഘോഷിച്ച് എൻജോയ് ചെയ്തുള്ള റൈഡ് കേട്ടോ. ഇവരുടെ ഭയങ്കര ഒരു ഫീലാണ് ഇതിനകത്ത് യാത്ര ചെയ്യുമ്പോൾ. ഇതാണ് ഈ ഓട്ടോയ്ക്ക് അകം. സോ വലിയൊരു സംഭവം നമ്മൾ പ്രതീക്ഷിച്ച് പോകരുത്. പക്ഷെ എന്താ പറയുക, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഈ ഒരു പൈസ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്തായാലും ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ 4 കിലോമീറ്ററിന് അപ്പോൾ അവിടെ 20 റുപ്പീസാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഗുഡ്. ഈ വഴിയോരത്തൊക്കെ ഇങ്ങനെ ഓരോ റിക്ഷാവാലാസ് നിർത്തിയിട്ടേക്കാണ്. ഈ റിക്ഷയുടെ അകമൊക്കെ ഇങ്ങനെയാണ്, ഒരു കൂട്ട സെറ്റപ്പ് എന്താ പറയാ. അപ്പോൾ അങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഡൽഹിയിൽ കൂടെയുള്ള യാത്രയാണ്. മെട്രോ കയറി, അണ്ടർഗ്രൗണ്ട് മെട്രോ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തു. മിക്കവാറും ഇതിൽ ഫോണൊക്കെ ഇട്ട് ഇപ്പോൾ ഫോണെല്ലാം അടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് അത്ര സേഫ് അല്ല തോന്നുന്നു. ആളുകളുടെയും വണ്ടികളുടെയും ഒക്കെ ബഹളമാണ് ഇവിടെ. സിറ്റിയിലോട്ട് കയറിയെന്ന് തോന്നുന്നു. അതിൻ്റെ മാറ്റങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞാലും ഈ റിക്ഷ എന്നാണ് പറയുന്നത്. അതിനൊരു മാറ്റമില്ല. എവിടെ പോയാലും ഈ റിക്ഷാസ് കൊണ്ട് ഇങ്ങനെ കാണാം. ഇവിടുത്തെ ഒരു കോമൺ വണ്ടിയാന്ന് തോന്നുന്നു കേട്ടോ ഈ റിക്ഷ. പുതിയ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് പൊല്യൂഷൻ്റെ ഒക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും ഐ തിങ്ക് ചില സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ്. ചില ആളുകളും അടിപൊളിയാണ്, സ്ഥലങ്ങളും അടിപൊളിയാണ്. ഇവിടെയൊക്കെ ആൾക്കാർ വണ്ടി ഓടിക്കുന്നതെന്ന് വെച്ചാൽ ആരെ നോക്കുന്ന പോലുമില്ല കേട്ടോ. ലൈക്ക് കയറി എടുത്തങ്ങ് പോവുക. ദേ ഡോണ്ട് കെയർ അബൌട്ട് എനിവൺ. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എന്നൊന്നും. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഡ്രൈവിംഗ് ഒക്കെ എത്ര ബെറ്ററാണ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ തോന്നിട്ടുണ്ട്. സാഹസികത എന്ന് പറഞ്ഞാൽ ഇരുത്തമാണെന്ന് അറിയാം. എങ്കിലും നല്ല വീഡിയോസ് ഒക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രം ഇങ്ങനെ ഇരിക്കുന്നതെന്നുള്ളൂ കേട്ടോ. ഇവിടുന്ന് പയ്യങ്ങ് മാറി സിറ്റിന്ന് മാറി തോന്നുന്നു. ലൈക്ക് വൃത്തിയൊന്നും കാണുന്നൊന്നുമില്ല. നമ്മുടെ അങ്കിളാണ് കേട്ടോ പൈസ കൊടുക്കുന്നത്. ആൻഡ് ഈ സമയത്തൊക്കെ ഇതിലെ വരിക, ഇങ്ങനെ ഒരു ക്യാപ്ചർ ചെയ്യുക എന്നൊക്കെ പറയാ. എന്താ പറയുക, അങ്ങനെ ചിന്തിച്ചു പോലില്ല ഇങ്ങനെ വ്ലോഗ് ചെയ്യാം എന്നൊന്നും. പക്ഷേ ലൈക്ക് ചുമ്മാ പെട്ടെന്ന് തോന്നി ചെയ്യാമെന്ന്. അങ്ങനെ തുടങ്ങിയതാ കേട്ടോ. എത്രത്തോളം പെർഫെക്ഷനിലോട്ട് എത്തും എനിക്കറിയാം. ആദ്യത്തെ വീഡിയോസൊക്കെ എങ്ങനെയാണെങ്കിലും ഇടുമ്പോൾ വലിയൊരു ക്ലാരിറ്റിയോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അങ്ങനെ നീണ്ട യാത്രയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ അങ്കിളിൻ്റെ
അപ്പാർട്ട്മെൻറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഗൈസ്, അടുത്ത ദിവസം കാണാം. ബൈ.